ഗുഡ് മോർണിംഗ്. നല്ല ഒരു പ്രഭാതം കണ്ടോ, വളരെ ക്ലിയർ ആയിട്ടൊരു പ്രഭാതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പൊ യഥാർത്ഥത്തിൽ യുദ്ധം സാധാരണ ജനങ്ങളെ എഫക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതായത് യുദ്ധം നീണ്ടുപോകുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം, അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ലാഭം, ഗൾഫുകാർക്ക് ഉണ്ടാകുന്ന നഷ്ടം. ഗൾഫിനൊരു ലാഭം ഉണ്ടാവാനില്ല, അമേരിക്കയ്ക്ക് ഒരു ലാഭമുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരിക. ഇത് നിങ്ങൾ കുറെ കാര്യം മനസ്സിലാക്കണം. ആ വ്യക്തമായ രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എവിടെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കാം. മനസ്സിലാവുന്നോ? അപ്പം കേട്ടോളുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം മെമ്മറിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. കറക്റ്റ് നമുക്ക് അറിയാമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കണം. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. കാരണം നമ്മൾ ഇപ്പോൾ എടുത്തൊരു തീരുമാനമായി ഇത് പറഞ്ഞാൽ മതി എന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരത്തില്ല. മനസ്സിലായോ? അപ്പൊ അത് ശ്രദ്ധിച്ചോളുക. ഒന്ന്, ഈ യുദ്ധം ലാഭകരമായിട്ടുള്ളത് ആർക്കാണ്? ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ആര്? അതിനകത്ത് മാറ്റമുണ്ടോ? നിങ്ങളത് പറയുന്നതിന് പോലും ഒരു കോൺഫിഡൻസ് ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആരാ? അമേരിക്ക തന്നെയാണ്. അമേരിക്കയിലെ പോപ്പുലേഷൻ എത്ര ഉണ്ടെന്നറിയാമോ? നിയർലി ഒരു 33-33.5 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇന്ത്യയുടെ എത്ര വലിപ്പം ഉണ്ടെന്നറിയാമോ? ഒരു 4 മടങ്ങ് വലിപ്പമുള്ള ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ച് അപ്പൊ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡ് അധികം അങ്ങ് മനസ്സിലാവുക. എന്നാൽ ലോകത്ത് പിന്നെയുള്ള സാമ്പത്തിക രാജ്യമായിട്ട് വളർന്നു ഉള്ളത് ലോകത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ. അത് 1945 എന്താ ഉണ്ടായിരുന്നു ഇന്ത്യയില്, അല്ല ലോകത്ത്? സെക്കൻഡ് വേൾഡ് വാർ കഴിയുക. അത് എങ്ങനെ കഴിഞ്ഞു? ഇനിയൊരു യുദ്ധം ഉണ്ടാകരുതെന്ന് ആറ്റം ബോംബ് ഇട്ടത് മാത്രമാണോ? അല്ല, UN രൂപീകരിക്കപ്പെട്ടു. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. ലോകത്തിന്റെ പീസ്, സെക്യൂരിറ്റി, ഇത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് രണ്ടുമുണ്ട്. ഇതുണ്ടായത്. ഇനി ഒരു യുദ്ധം ഉണ്ടാകരുത്. അപ്പൊ ഒരു യുദ്ധം എന്നാൽ പക്ഷെ എന്ത് ചെയ്തു? ചേരികൾ ഉണ്ടാക്കി വെച്ചു. മനസ്സിലാവുന്നോ? ചേരികൾ ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമേരിക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്ക ലോകത്ത് വലിയ ഒറ്റപ്പെട്ട വേറൊരു സ്ഥലത്ത് കിടക്കാം. സമ്പന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നത് ഓയിലാ മെയിൻലി. മനസ്സിലാവുന്നോ? എന്നാൽ ഓയിൽ കിടക്കുന്നതെല്ലാം ഈ ഏരിയയിലുമാണ്. പക്ഷെ ഈ രാജ്യം, അതെ, അത് മാത്രമല്ല, ലോകത്ത് പോപ്പുലേഷൻ 700-800 കോടി ജനങ്ങളാണ് ലോകത്ത് മൊത്തത്തിൽ ഏകദേശം ഉള്ളത്. ഈ 800 കോടി ജനങ്ങളില് ഇന്ത്യയിൽ എത്ര ഉണ്ട്? 145 കോടി 144 കോടി ജനങ്ങൾ എവിടെ ഉണ്ട്? അത്രയും തന്നെ എവിടെയുണ്ട്? അതിന്റെ ഒരു നല്ലൊന്ന് എവിടെ ഉണ്ട്? പാകിസ്ഥാനിലും ഉണ്ട്. എടേ, ഈ ഏരിയയെ പറ്റി പറയുക. അപ്പൊ ഏതാണ്ട് 288, 300 ഈ 2-3 രാജ്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ, പിന്നെ റഷ്യ എല്ലാം കൂടെ കയറുമ്പോഴത്തേക്ക് ഈ ഏരിയ കിടക്കുക ജനം മൊത്തം. മനസ്സിലാവുന്നോ? അമേരിക്ക എന്ന് പറഞ്ഞ ഒരു മൈഗ്രേറ്റഡ് സ്റ്റേറ്റാ. എല്ലാവരും എന്ത് ചെയ്യുക? അങ്ങോട്ട് പോയി താമസിച്ചതാ. അപ്പൊ അവിടെ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ പോപ്പുലേഷൻ കൂടുതലാകുമ്പോൾ ഈ 196 റെക്കഗ്നൈസ്ഡ് ആയ കൺട്രീസും അങ്ങനെയുള്ള അല്ലാതുള്ള 210-230 സംതിങ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെല്ലാം ഉണ്ടാക്കുന്ന കോമ്പറ്റീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം വിറ്റഴിക്കേണ്ട മെയിൻലി എവിടെ അന്നേരം? അമേരിക്കയില്. നമ്മുടെ ഇവിടെ വേണോ വിറ്റഴിക്കാൻ? അപ്പൊ ആക്ച്വലി വൈ ദേ സെർച്ച് ഫോർ എ ന്യൂ വേ ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഏഷ്യൻ കൺട്രീസിലേക്ക് അവർ 1492 ആരിറങ്ങുന്നേ? ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ ഇറങ്ങുന്നേ. അങ്ങനെ 93 അമേരിക്ക പോയി കണ്ടിട്ട് പറഞ്ഞത് അമേരിക്ക എന്നുള്ള, അതാണ് അമേരിക്ക വെസ്പൂച്ചി, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? എന്നാൽ 1497 എന്താ ഇത്? പോർച്ചുഗീസുകാർ എവിടെ വന്നു? കേരളത്തിൽ വരുന്നു. മനസ്സിലാവുന്നോ? അങ്ങനെ അവരെന്തിനു വേണ്ടി ആയിരിക്കണം അന്നേരം ചെയ്തേ? അവരുടെ ഉൽപ്പന്നം ലോകത്ത് വിൽക്കണം, ട്രേഡിങ്ങിന് വേണ്ടി മാത്രമാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് ആ ഏരിയ കിടക്കുന്നവരെല്ലാം ഈ ഏരിയയിലോട്ട് വരാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോ ഈ 1970 കാലഘട്ടത്തിലൊന്നും ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ ചെറിയ രാജ്യങ്ങളാ, ഒന്നുമില്ല, കെട്ടിപ്പടുക്കപ്പെടുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളെ കെട്ടിപ്പടുത്തതിനകത്ത് മലയാളീസിന്റെ പങ്ക് വളരെ വലുതാണ്. മനസ്സിലാവുന്നോ?
നമ്മുടെ കഠിന പ്രയത്നമാണ് ആ രാജ്യം. അപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇമ്പീരിയലിസം വരുന്ന 1945 അല്ലെ, അതങ്ങ് തെറ്റി പോകും. ഞാൻ ഈ പറയുന്നത് എപ്പോഴും ഓർത്തു വരുന്നോണം. എങ്ങനെയാ എന്റെ ട്രാക്ക്, ആ സംശയം അതനുസരിച്ച് വന്നോണം. 1945 UNO വന്നല്ലോ. വന്നു കഴിയുമ്പോ ഇവര് വരുത്തിയ എന്തിനു വേണ്ടിയാ? ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്, പീസ് ആൻഡ് സെക്യൂരിറ്റി, ഫോർ മെയിൻറ്റെയിൻ ദ പീസ് ആൻഡ് സെക്യൂരിറ്റി, എത്ര ഓർത്താൽ മതി. പക്ഷെ 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ആക്ച്വലി യുദ്ധം ചെയ്ത് നേടിയൊന്നും അല്ല. വേൾഡ് 1945 ആയപ്പോഴത്തേക്ക് അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. എവിടെ ഇന്ത്യ ആരുടെ ഭരിച്ചുകൊണ്ടിരുന്നേ? ബ്രിട്ടീഷുകാർ. അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അവർ ലോകത്തുള്ള അവരുടെ കുടിയേറ്റങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. മനസ്സിലാവുന്നോ? ഈ പറയുന്ന അമേരിക്ക ആരുടെ ഇതായിരുന്നു? 13 കോളനികളായിരുന്നു ബ്രിട്ടന്റെ. മനസ്സിലായോ? അങ്ങനെ ഈ പറയുന്ന ലോകത്ത് മൊത്തം ഈ കൊളോണിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങ് മാറി. കാരണം എന്താ? ആ ഡെമോക്രസിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് വന്ന് സോഷ്യലിസവും ഒക്കെ വരാൻ തുടങ്ങി. വേൾഡ് കുറച്ചുകൂടെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് വരുക. ഇൻ ടെക്നിക്കലി അങ്ങനെ വളരാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 90s തുടങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ദേ നീഡ് മാർക്കറ്റ്. ഇതൊക്കെ വിൽക്കാനുള്ള സംഭവങ്ങളിലേക്ക് വന്നു. 1947 ആയപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു? ഇന്ത്യയെ ഉപേക്ഷിച്ചു. മനസ്സിലാവുന്നോ? ഇന്ത്യ ഇനി വേണ്ട അങ്ങനെ വെച്ചിട്ട്, പക്ഷെ ഇന്ത്യ സ്വതന്ത്രമായി. അതാണ് ഞാൻ പറയുന്നത്. ഒന്നുമില്ല, ഇന്ത്യയെ മുടിച്ചിട്ട് പോയി. ഒന്നുമില്ലാത്ത ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയതാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ കാരണം. അത് ഉമ്മാമാര് പൊട്ടത്തരം പറയുന്ന ഒന്നുമല്ല. ഒന്നുമില്ലാത്ത ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റുന്നതിന് ഒന്നുമില്ല. ആ ഇന്ത്യയെ മേക്ക് ചെയ്തെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റുവിൻ കാഴ്ചപ്പാട് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പ്രധാനമന്ത്രിക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ അങ്ങനെ കുറെ തീരുമാനങ്ങൾ കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ, മനസ്സിലായോ? എന്തോ അൻസാരി എഴുതി, ഞാൻ പിന്നെ വായിക്കാം. അപ്പം എന്തോ ഞാൻ പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്ന് 1950 ആയപ്പോ, ഞാൻ ഈ കഥയിലേക്ക് വരുവാ. 1950 ആയപ്പോഴത്തേക്ക് ആ യുദ്ധം ഞാൻ പറഞ്ഞില്ല. 1945 ഈ 2 ചേരികൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവര് പോയേക്കുന്നത്. അപ്പൊ ഈ എല്ലാവർക്കും അറിയാം, ചൈന ആൻഡ് റഷ്യ എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. സോഷ്യലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. സോഷ്യലിസം ത്രൂ ഡെമോക്രസി ആൻഡ് സോഷ്യലിസം ത്രൂ കമ്മ്യൂണിസം. അങ്ങനെ 2 കൺസെപ്റ്റിലേക്ക് വന്നു. അതിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു യുദ്ധം ഇനി ഉണ്ടാവത്തില്ല. ഇനി ഒരു യുദ്ധം ഉണ്ടാകരുത്, പക്ഷെ എന്തോ വേണം? യുദ്ധം ഇനി ഉണ്ടാകരുത്, പക്ഷെ എന്തോ വേണം? സമാധാനം വേണം. മനസ്സിലായോ? അപ്പൊ ഇവർ 2 ചേരിയായി മാറി. റഷ്യ, ചൈന, അങ്ങനെ വരുന്ന എല്ലാവരോടും ഒരു സൈഡ്. അപ്പോ ഇന്ത്യ എന്നേരം എന്തോ ഇത് ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമ്മൾ ആരുടെയും കൂടെ കയറിയില്ല. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദിസ് ശീതസമരം, കോൾഡ് വാർ എന്ന് പറയുന്നതാണ്. യുദ്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ there is a war, but not with എന്തോന്ന് weapons. It's with ഐഡിയോളജി. ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള യുദ്ധമായിരുന്നു അന്ന് നടക്കുന്നത്. ഐഡിയ കിട്ടിയോടെ? അങ്ങനെ യുദ്ധത്തിന് എപ്പോഴും ലോകത്ത് എന്തോ ഒരു കൺസെപ്റ്റ് ഉണ്ട്, 2 ചേരി ഉണ്ടെന്ന് ആലോചിച്ചോ. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു ചേരിയിൽ പോകാഞ്ഞത്? അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കണ്ടേ. ഈ നെഹ്റുവിൻ കാഴ്ചപ്പാടോടെ ഇന്ത്യ വളർന്നിട്ടില്ല. ഇന്ത്യ അന്ന് ശൈശവ കാലഘട്ടത്തിലാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ 2 പേരോടെ പൊളിച്ചു കളയും. ഈ കോളനിയാക്കി മാറ്റിക്കളയും. എങ്ങനെ? ഒരു ഇമ്പീരിയലിസം പിന്നെയും കടന്നു വരും. ആക്ച്വലി ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും എന്തോന്ന് പഠിച്ചു വെച്ചേക്കണം. മനസ്സിലാവുന്നോ? ക്യാപിറ്റലിസം ചൈനയിൽ വന്നു. മനസ്സിലാവുന്നോ? അത് അവരുടെ വളർച്ചയ്ക്ക് കാരണമായി മാറി. അതിനകത്ത് അവർ ടെക്നോളജി ആഡ് ചെയ്തു. നമ്മളിത് അങ്ങനെയായി. നമ്മൾ ഒറ്റയ്ക്ക് ഇന്നുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ലവന്മാരുടെ സാമ്രാജ്യത്വം എമാർക്ക് നമ്മുടെ മണ്ടയെ അതീശപ്പെടുത്തുവാൻ പറ്റിയില്ല. പക്ഷെ അവന്മാരത് ആരെ കൺട്രോൾ ചെയ്തു? ഇന്ത്യക്ക് ചുറ്റുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ചെയ്തു. അങ്ങനെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ മൊത്തം യവന്മാരങ്ങ് അധീനപ്പെടുത്തി. ആര്? അമേരിക്ക. മനസ്സിലാവുന്നോ? അപ്പൊ ഈ അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന എന്തിനാണ്? അമേരിക്കക്ക് അന്നേ അറിയാം ഇവിടെ മൊത്തം ഓയിലാണ്. യവന്മാർ അമ്മാരോട് പറഞ്ഞു, നിങ്ങൾ പൈസ എന്തിനു ചെലവാക്കണ്ട, ആയുധങ്ങൾ ഉണ്ടാക്കി ചെലവാക്കി ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഓയിൽ മാത്രം ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ഇത് വിറ്റോളാം, നിങ്ങൾക്ക് സമ്പത്ത് തരും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ എന്ത് വിറ്റാലും നിങ്ങളുടെ രാജ്യത്തെ കറൻസി വെച്ച് വിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അന്നേരം ഓയിൽ എവിടെ വിറ്റാലും ഇതിനകത്തെ വിൽക്കാൻ പറ്റൂ, ഡോളറിനകത്തെ വിൽക്കാൻ പറ്റൂ. അപ്പൊ ആരുടെ വാല്യൂ വർദ്ധിച്ചുകൊണ്ടിരുന്നു? അമേരിക്കയുടെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പൊ ഡിപ്പെൻഡൻസി ആരുടെ വർദ്ധിച്ചു? ഗൾഫ് രാജ്യങ്ങളുടെ. അപ്പൊ 1970 കാലം 1969 മറ്റേ ആണവ കരാറിന്റെ ഇത് വരുന്നത്.
ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഇതിനകത്തൊന്നും കൈവിടാൻ പറ്റത്തില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഇതുണ്ടാക്കുമെന്ന് അയാൾ പറഞ്ഞു, അവര് പറഞ്ഞു. അപ്പൊ അമ്മര് പറഞ്ഞു നടക്കത്തില്ല. അമേരിക്ക പറഞ്ഞു നടക്കത്തില്ല. അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മാറി അന്നേരം ചോദിക്കാം, ആണവ കരാറിൽ ഉൾപ്പെടാതെ ഒരു രാജ്യത്തിന് നിൽക്കാമോ? 100% നിൽക്കാം. ഇന്ത്യ നിൽക്കുവോ? ഞങ്ങൾ സ്വന്തമായിട്ടുണ്ട്. പാകിസ്ഥാൻ നിൽക്കുക? അല്ല, പാകിസ്ഥാൻ നിൽക്കുന്നതിന്റെ കാരണമാണ് ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. ഇന്ദിരാഗാന്ധി പറഞ്ഞു മുണ്ടും പൊക്കിക്കൊണ്ട് പോയിക്കോളാം പറഞ്ഞു. അവര് പൊക്രാനി 74 അടിച്ചു. അതാണ് എന്തോന്ന് പറഞ്ഞു, സ്മൈലിംഗ് ബുദ്ധ അടിച്ചിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഓടിച്ചോണം, ഞങ്ങൾ ഇത് എന്തിനു വേണ്ടിയാണ്? അതാണ് ഇന്ദിരാഗാന്ധിയുടെ പവർ എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ആണവ പവർ ആകുന്നത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ഇലക്ട്രിസിറ്റി ഞങ്ങൾ ഇഷ്ടം പോലെ ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ജനങ്ങൾ കിടക്കുക, ഓടിക്കോളാൻ പറഞ്ഞു. അവ എന്തോ ഇത് പാകിസ്ഥാൻ പറഞ്ഞു. അന്നേരം പാകിസ്ഥാന്റെ അടുത്ത് അടി കേട്ടോ. അമാര് 27-30 കോടി ജനങ്ങളുള്ളതല്ലേ. അമാര് പറഞ്ഞു ആ പണിയൊന്നും ഇവിടെ നടക്കത്തില്ല. എന്തോ ഇത് ഇന്ത്യ ഒപ്പിട്ടാൽ ഞങ്ങൾ ഒപ്പിടാം. മനസ്സിലാവുന്നു? അങ്ങനെ അവന്മാരും ഒപ്പിട്ടില്ല. അപ്പൊ ഇറാൻ പറഞ്ഞ് ഞങ്ങൾക്കും ഇതുപോലെ വേണോന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഉപരോധം ഏർപ്പെടുത്തി. എന്താ ഇത് 1970 മുതൽ ഉപരോധം ഏർപ്പെട്ട ഒരു രാജ്യമാണ് ആര്? ഇറാൻ. അവന്മാരാണ് ഈ 42 വർഷം കൊണ്ട് 46 വർഷം കൊണ്ട് ഇത്രയും വളർന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇറാനെ അപ്പം ഈ പറയുന്ന അപ്പുറത്തുള്ള എല്ലാ കൊച്ചു കൊച്ചു UAE അത് ഗൾഫ് രാജ്യങ്ങൾ മൊത്തം ഡീൽ ചെയ്യുന്ന ആരാ? ഓയിൽ ഡീൽ ചെയ്യുന്ന എല്ലാം അമേരിക്കയാണ്. ഇത് പക്ഷെ പോകുന്ന കടലിടുക്ക് ഏതാണെന്നറിയാമോ? ഒരു 20% ഓയിലും പോകുന്നത് ഇറാന്റെ കൺട്രോളിലുള്ള ഹോർമൂസിലൂടെയാണ്. അപ്പൊ ഈ ഇറാൻ ഇതെന്തോ ഇതിപ്പം അതിലേക്കൂടെ പോകുന്നവന്മാരെല്ലാം വെടിവെക്കും. പക്ഷെ എന്നിട്ട് അവന്മാര് പറഞ്ഞു ചൈനയുടെ പേരൊക്കെ വെച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാലും ആരും പോകത്തില്ല. യവന്മാർ എപ്പോഴെന്തോ യവന്മാരുടെ യുദ്ധതന്ത്രം എന്തുവാ? യവന്മാരെ ലോകത്ത് ഒറ്റപ്പെടുത്തിയെന്ന് യവന്മാർക്ക് അറിയാം. ആർക്കറിയാം? അവരുടെ ഏറ്റവും പരമോന്നതനായ നേതാവാര ഖമേനിയെ കൊന്നു കഴിഞ്ഞു. മനസ്സിലാവുന്നു? അതിന്റെ ഒരു നമുക്ക് ഇവിടുന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ പിന്നെ ഈ രാഷ്ട്രീയം കാണുമായിരിക്കും നമ്മുടെ സ്റ്റാൻഡ്? അല്ല, നമ്മൾ നേരെ തിരിച്ചിരിക്കും. കോൺഗ്രസ് ആരാന്ന് പറഞ്ഞാൽ ദേശീയതയിലേക്ക് വരും. അപ്പൊ ആ ഒരു സ്റ്റാൻഡ് വെച്ചപ്പോഴത്തെ യവന്മാരെല്ലാരും അങ്ങനെ നിന്നിട്ട് യവന്മാർ എന്ത് ചെയ്ത് ഗൾഫ് രാജ്യങ്ങളോട് വേറൊരു യുദ്ധതന്ത്രം എന്ത് ചെയ്ത് ഞങ്ങളൊന്നും അടിക്കത്തില്ലേ? മറ്റേ തന്ത്രം അങ്ങ് പറയുക, ഞങ്ങൾ ഗൾഫുകാരെ അടിക്കത്തില്ലെന്ന് ആര് പറയുക? ഇറാൻ പറയുക. എന്നിട്ട് അമേരിക്കയെ കൺഫ്യൂസ്ഡ് ആക്കി. ഉടനെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്തോ പറഞ്ഞു, യുദ്ധം അവസാനിക്കാൻ പോവാന്ന് പറഞ്ഞു. ആ പൊട്ട മനസ്സിലായോ? ഉടനെ രാത്രി ആരടിച്ചു? ഇറാൻ ഗൾഫ് രാജ്യങ്ങളുടെ ഈ സെന്ററിൽ അടിച്ചു. അപ്പൊ ആർക്ക് സംശയം വന്നു? ഗൾഫ് രാജ്യങ്ങൾക്ക് സംശയം വന്നു. എന്താണ്? എടാ യവന്മാര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഡിഫൻസ് മൊത്തവും ചെയ്തോളാന്ന് പറഞ്ഞ് യവന്മാരെ കൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ സ്ഥലവും കൊടുത്തു പൈസയും കൊടുത്തിട്ട് യവന്മാർക്ക് ഈ സമയത്ത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ UAE എന്തോ പറഞ്ഞു കഴിഞ്ഞ ദിവസം UN പറഞ്ഞ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, യുദ്ധം പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. പക്ഷെ അത് ആർക്കുള്ള അടിയാ? അമേരിക്കയ്ക്ക് ഒരു വാണിംഗാ കൊടുത്തേ. അപ്പോഴത്തേക്ക് ആർക്ക് കാര്യം? പക്ഷെ അമേരിക്ക ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അമേരിക്കയ്ക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ കയ്യിൽ എന്തോ ആവശ്യം പോലുണ്ട്, ഓയിൽ ആവശ്യം പോലുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഹോർമൂസും കാര്യങ്ങളും ഒക്കെ പ്രശ്നം വരുമ്പോഴും സേഫ് ആയിട്ട് ഓയിലുള്ള രാജ്യം ഏതാ? മനസ്സിലായിക്കോണം. ഇന്ത്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു 10 ദിവസം ഓടിക്കും. കാരണം എന്താ? ഇന്ത്യ 85% ഓയിലും പുറത്തുനിന്നാണ് മേടിക്കുന്നത്. അപ്പൊ ഈ ഇന്ത്യക്ക് ഓയിൽ അപ്പം റഷ്യക്ക് എവിടുന്ന് കിട്ടുന്നു? റഷ്യക്ക് കിട്ടുന്ന പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഉണ്ട്. പാകിസ്ഥാൻ ഇടയ്ക്ക് ഒരു ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്നാലും അഖില് പൊട്ടത്തരം പറഞ്ഞില്ലേ? അതിന്റെ കളി അതാണ്. അതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. ഇന്ത്യയെ സഹായിക്കാൻ ഇന്ത്യക്ക് അങ്ങനെ ഒരു സഹായം ബലൂചിസ്ഥാനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പഞ്ചാബിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇതൊരു വലിയ കളിയുണ്ട്. അത് നമ്മൾ പറയണ്ട. അത് പറഞ്ഞാൽ വേറെ സംവിധാനത്തിലേക്ക് പോകും. അത് അഖില് പറഞ്ഞ പൊട്ടത്തരമൊന്നും അല്ല, ചെറിയൊരു സംഭവം ഉണ്ട്. അപ്പൊ റഷ്യക്ക് ഓയിൽ ഇവിടുന്ന് നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ റഷ്യ എന്തോ ഇത് റഷ്യ ഇതിനകത്ത് അനങ്ങത്തില്ല. ഇന്ത്യ അന്നേരം അമേരിക്ക പറഞ്ഞു നിങ്ങൾ കൃത്യമായി ഹോർമോസിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വരുന്ന ഓയിലിന്റെ കുറെ ഭാഗവും ഇവിടുന്നാണ് വരുന്നത്. അപ്പം വെനസ്വല എന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ വന്നാലും ഇങ്ങനെ കറങ്ങി അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം അമേരിക്ക ഇവിടുന്ന് 13,500 14,000 കിലോമീറ്റർ ഉള്ളതാണ്. അങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒത്തിരി എഫക്ട് ചെയ്യും. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ചിട്ട് അമ്മര് ബോംബ് കണ്ടിട്ട് ഇതിനേക്കാൾ പ്രശ്നം. അപ്പൊ ഈ ഇറാന്റെ യുദ്ധതന്ത്രം എന്തോന്ന് വെച്ചാൽ അമ്മര് ചെറിയ ഡ്രോണുകൾ ഉണ്ടാക്കും. നമ്മുടെ ഇവിടുത്തെ ഒരു 5 ലക്ഷം രൂപ വില വരുന്ന ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ട് അല്ല അമ്മര് വില കുറഞ്ഞ കൊച്ചു സാധനമെന്ന് ഇങ്ങനെ വന്നാൽ ഒരു പ്രദേശത്തെ ഇവിടെ ഇത്ര ഏറിയ അങ്ങ് അടിച്ചു പൊട്ടിച്ച് കളയാൻ പറ്റുന്ന ചെറിയ ഡ്രോണുകൾ ഇതിനകത്ത് എന്തോ ചെയ്യും? ബോംബ് ഡ്രോണിനകത്തുകൾ എന്തോ കയറ്റിവിടും, ബോംബ് കയറ്റിവിടും. പക്ഷെ ഈ ബോംബ് പൊട്ടിക്കണമെങ്കിലും അമേരിക്ക എത്രണ്ടയാ? 1 ബില്യന്റെ സാധനങ്ങൾ അടിച്ചു കയറ്റി ഡോളറിന്റെ സാധനം അടിച്ചാലേ യവന്മാരെ പൊട്ടിക്കും. അങ്ങനെ യവന്മാര് 100 കണക്കിന് അമ്മമാർ 1000 കണക്കിന് ലക്ഷക്കണക്കിന് ഡ്രോൺസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. ഇതിങ്ങനെ പറന്നങ്ങോട്ട് വരുന്നതോറും ആർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുക? ഇങ്ങനെ പോയാൽ അമേരിക്കയുടെ ദിക്കറ് കീറും എന്നുള്ളത് ഉറപ്പായി. അപ്പോഴാണ് അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേലും മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താ? യവന്മാര് വില കുറഞ്ഞ ആയുധങ്ങളാണ് വിടുന്നത്. പക്ഷെ തടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വില കുറഞ്ഞ അടിച്ചു കളഞ്ഞാലേ പറ്റൂ.
ഈ ഒരു വലിയ പ്രതിസന്ധി അവർ ഫേസ് ചെയ്യുന്നു. ലോകത്തെ വലിയൊരു പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി. പക്ഷേ ഇന്ത്യ, നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്ന എത്രയാണെന്നറിയാം? നമ്മുടെ ഒരു വർഷത്തിൽ നമ്മൾ 55 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് വെക്കുന്നത്. അതിൽ നമ്മൾ ഇത്രയും സാധനം 45 ലക്ഷം കോടി രൂപയുടെ സാധനം എവിടുന്നാണ് മേടിക്കുന്നത്? അമേരിക്കയിൽ നിന്ന് മേടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വ്യാപാര കരാർ. കാരണം നമ്മുടെ സമ്പത്തിന്റെ വലിയൊരു ശതമാനവും നമ്മൾ എന്തിനു വേണ്ടിയാണ് മേടിക്കുന്നത്? അമേരിക്കയുടെ നിന്ന് എന്തോ വാങ്ങാനാ? ഡിഫൻസ്, യുദ്ധ സാധനങ്ങൾ മേടിപ്പിക്കും. അപ്പൊ യുദ്ധ സാധനം മേടിക്കണം. ലോകത്തുള്ള എല്ലാരും അമേരിക്കയുടെ പ്രോഡക്റ്റ് എന്തുവാ? യുദ്ധോപകരണങ്ങളാ. അമേരിക്ക യുദ്ധോപകരണം ഉണ്ടാക്കുന്നതിന് കാരണം എന്തുവാ? അവന്മാരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയാ. ലോകത്ത് സഫിഷ്യൻസി ആയിട്ട് ഫണ്ടുള്ള ഒരു രാജ്യം അവന്മാരാണ്. കാരണം എന്താ? ലോകത്ത് ഓയിൽ എല്ലായിടത്തും പർച്ചേസ് ചെയ്യുന്ന ഏത് സാധനത്തിനകത്താ? ഡോളറിനകത്താ. അപ്പൊ എപ്പോഴും വാല്യൂ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുന്ന ആരുടെ പൈസയാ? ഇപ്പൊ മോദി കയറുന്ന സമയത്ത് 70 രൂപ നടന്ന ഇതിനിപ്പോ 92.5 ആയില്ലയോ? അവരുടെ വാല്യൂ ഭയങ്കരമായി പൈസ വളർത്തിച്ചോണ്ടിരിക്കുക. പണ്ട് നമ്മുടെ 1 രൂപ കൊടുത്തായിരുന്നെങ്കിൽ, അല്ല 50 പൈസ കൊടുത്തായിരുന്നെങ്കിൽ തേൻമുട്ടായി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ 1 രൂപ കൊടുത്താലേ തേൻമുട്ടായി കിട്ടും. നമ്മളിപ്പോ കടയുടെ അടുത്തോട്ട് പോകുന്നോണ്ട് പറയാം. അപ്പൊ അതിന്റെ ഒരു സംഗതി മനസ്സിലായോ? അത്രയും വാല്യൂ കൂടുന്ന എന്തുകൊണ്ടാണ്? എവരിത്തിങ് വി ആർ കൺവേർട്ടിംഗ് ടു വാട്ട്? ഡോളറിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ, ഇറാൻ അത് ഒരു ഇൻഫ്ലേഷൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നു. അപ്പോൾ ഇവരുടെ ഈ പൈസ ഉണ്ടാണ്ട് യവന്മാർ യുദ്ധസാധനം ഉണ്ടാക്കി. ഈ യുദ്ധസാധനം വേൾഡിൽ മൊത്തം വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ആവശ്യമാണ്? യുദ്ധം ആവശ്യം. അവരെപ്പോഴും ലോകത്ത് യുദ്ധമുണ്ടെന്ന് ആര് ചിന്തിപ്പിക്കും? ഒരു കാരണമല്ല, മെയിൻ കാരണം. അവന്മാര് ലോകത്തെപ്പോഴും എന്തോ ചെയ്യും? യുദ്ധമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2009-10 കാലഘട്ടത്തിൽ അവന്മാരെ വേൾഡ് എക്കണോമി ഒരു റിസഷൻ ഉണ്ടായപ്പോൾ അവരൊരു ക്രാഷിംഗ് ടൈമിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിലൊക്കെ അവരെന്ത് ചെയ്യുന്നു? അവർ കുറച്ച് ട്രംപിന്റെ, അന്നേരം ഓരോരുത്തർ പറയും ട്രംപ് പൊട്ടനാണ്. ട്രംപ് പൊട്ടനായോണ്ടല്ല, ട്രംപ് അമേരിക്കയെ സേഫ് ആക്കുകയാണ് സാമ്പത്തികപരമുണ്ട്. ഈ യുദ്ധത്തിന്റെ ഒരു ടെൻഷൻസ് ഉണ്ടാക്കി നിർത്തും. ഒരിക്കലും അല്ല. അതൊക്കെ എമ്മരി പൊട്ടന്മാര് പറയുന്നില്ലേ. അമേരിക്കയ്ക്ക് പണി വരുന്ന എപ്പോഴാണ്? ഈ പറയുന്ന ഒരു കാര്യത്തിൽ ചിലപ്പോൾ പണി വരാം. ഏതാ? അല്ല, പണി വരുന്നത് ചൈനയ്ക്കും ഒരു പുല്ലും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ചൈന ഒന്ന് പറയുന്ന അധ്യാപകന്റെ പിന്നെ ഒന്നും ഉണ്ടായി. അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന്, ഒരു ജിയോ പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്നിടത്ത് കൊണ്ടുപോയി അടിക്കാൻ അമേരിക്കയ്ക്ക്, അല്ല ചൈനയ്ക്കും റഷ്യക്കും അടിക്കണമെന്നുണ്ടെങ്കിൽ അതല്ലേ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അതിന്റെ തൊട്ടടുത്തൊരു രാജ്യം കിട്ടണം. അവർക്ക് ആക്ച്വലി അല്ലെങ്കിൽ ക്യൂബയായിട്ട് ഒരു സെറ്റിൽമെന്റിന് പോകണം, അല്ലെങ്കിൽ മെക്സിക്കോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യം ബ്രസീലുമായിട്ടൊക്കെ അങ്ങനൊന്നും അവസരം കിട്ടത്തില്ല. മനസ്സിലാവുന്നോ? അങ്ങനെ അവിടെ പോയി ആ സ്ഥലത്ത് നിന്നുകൊണ്ടല്ലേ അവിടെ യുദ്ധം ചെയ്യാൻ പറ്റൂ. ഇവിടുന്ന് എങ്ങനെ എടുത്തിട്ട് അടിക്കാൻ ഒക്കുമെന്ന് വെച്ചാൽ അടിക്കാൻ പറ്റുമോ? അത് ഒറ്റ ദിവസം കൊണ്ട് ലോകം തീർക്കുന്ന അടിയൊന്നും അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവിടുന്ന് അടിക്കണം. അന്നേരം നമുക്ക് അമേരിക്കയ്ക്ക് പക്ഷെ ഇന്ത്യ അടിക്കാം. എങ്ങനെ? അവന്മാരെല്ലാം കൂടെ നേരെ പാകിസ്ഥാനി വരും. മനസ്സിലാവുന്നോ? പാകിസ്ഥാനി വന്ന് സെറ്റിൽ ആവും. എന്നിട്ട് പാകിസ്ഥാനെ എന്തോ ചെയ്യും? ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഒത്തിരി വേറൊരു പൊളിറ്റിക്സ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതാണ് അമേരിക്ക സേഫ് ആയിട്ടൊരു സോണിലാണ് നിൽക്കുന്നത്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. അവന്മാര് പണം കൃത്യമായി ഉണ്ടാക്കി പണം അവന്മാരുടെ കയ്യിലെത്തിക്കും. പക്ഷെ ഇപ്പൊ അവന്മാര് ഭയപ്പെടേണ്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവന്മാരുടെ പണത്തിന്റെ നല്ലൊരു സ്രോതസ്സായിരുന്നു ഗൾഫ്. പക്ഷെ മനസ്സിലായോ? ഗൾഫുകാർ പണം മൊത്തം അവന്മാർക്ക് കൊടുക്കുമല്ലേ ആയുധം എന്ന് പറഞ്ഞു. പക്ഷെ ഗൾഫുകാർക്ക് ഇപ്പൊ ഒരു ഭീതി വന്നു. യവന്മാർക്ക് പൈസ കൊടുക്കുന്നത് എന്തിനാ? കാരണം എന്താ? ഇറാൻ ഞങ്ങളെ താണ്ട പട്ടിയെ പോലെ എടുത്തിട്ട് അടിക്കുന്നു. ഇന്നലെ 6 UAE-ക്കാരെ കണ്ട് മരിച്ചെന്ന് പറയുന്നത്. ബഹ്റിനിൽ ഒരുത്തം മരിച്ചു. യവന്മാര് യുദ്ധം തീർന്നു എന്ന് തോന്നിപ്പിക്കും ആര്? ഇറാൻ. എന്നിട്ട് ഇറാന്റെ തന്ത്രം എന്തുവാ? യുദ്ധം നിർത്തി എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു? അടിക്കുക. ഗൾഫിന് പണി കൊടുക്കുക. ഗൾഫിലെ അമേരിക്കക്കാരുടെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ബലൂചിസ്ഥാൻ അല്ല, വെസ്റ്റ് സൈബീരിയ, റഷ്യ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. റഷ്യയിൽ തന്നെയുള്ള പ്രദേശം അല്ല, റഷ്യയിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കറക്റ്റാണ്, ഞാൻ അതല്ല പറഞ്ഞത്. ബലൂചിസ്ഥാനിൽ നിന്ന് എണ്ണ അവർക്ക് വളരെ തുച്ഛമായ രീതി അവർക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ അതുപോലെ നീ പറഞ്ഞിട്ട് വിട്ട് വെസ്റ്റ് സൈബീരിയ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പക്ഷെ അമേരിക്കയിലും ഇങ്ങനെ ഉണ്ട്. ഇന്ത്യ നമുക്കും ഇന്ത്യയിലും ഉണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോംബെ ഹൈ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെയൊക്കെ നമ്മൾ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഭയങ്കരമായി പോയതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോ ഓയിൽ മേടിക്കുന്നതിന്റെ കൂടെ നമ്മൾ എത്തനോൾ കയറ്റുന്നതിന്റെ കഥ അതാ. പക്ഷെ എത്തനോൾ യഥാർത്ഥത്തിൽ കയറ്റുന്നതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതുകൊണ്ടൊരു ഗുണമില്ല. എത്തനോൾ കയറ്റുന്നതുകൊണ്ട് നമ്മുടെ പൊല്യൂഷനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ എന്തോ കുറഞ്ഞുകൊണ്ടിരിക്കുക. മൈലേജ് വളരെ കുറയുവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയും വളരെയേറെ ഡാമേജ്ഡ് ആയി മാറുക. ഞാൻ ഇച്ചിരി അധികമായി പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ യുദ്ധത്തിന്റെ പ്രശ്നം പറഞ്ഞു വന്ന ഒരു കാര്യത്തിലേക്ക് പോകാം.
നമ്മൾ അവിടാണ് നമ്മുടെ ഈ ചർച്ച വരേണ്ടത്. അതായത് ഇന്ന് നമുക്ക് ഏറ്റവും വലിയൊരു ഡെഫിഷ്യൻസി ഒരു പ്രശ്നം എന്താ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗ്യാസാണ്. പാചകവാതകത്തിനകത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു യുദ്ധം കൂടിപ്പോയി കഴിഞ്ഞാൽ, മനസ്സിലാവുന്നോ? യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാചകവാതക ഉൽപാദന സംവിധാനത്തിലേക്ക് വരുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പൊ 61 രൂപയായിരുന്നു ഏതാ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ അത് എത്രയായി മാറി? 101 രൂപയായി ഇന്ന്. അതായത് ഏകദേശം $10-40 എത്ര വ്യത്യാസം ഉണ്ടായി? $30 വ്യത്യാസം ഉണ്ടായി. $30 വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു 100 രൂപ വെച്ചിട്ടാകുമ്പോഴത്തേക്ക് 3000 രൂപ ക്രൂഡ് ഓയിലിന്റെ ഇതിനകത്ത് വ്യത്യാസം വരുവാ. മനസ്സിലാവുന്നോ? അങ്ങനെ മേടിക്കുമ്പം ഹ്യൂജ് ഒരു എമൗണ്ട്. അപ്പൊ എന്താ ഇവര് ഫോഴ്സ്ഡ് ആവും എന്തോത്തിനാ വില കൂട്ടാൻ. ഇപ്പൊ തന്നെ പെട്ടിപ്പൊളിഞ്ഞിരിക്കുക, ഇനിയും കൂടെ വില കൂട്ടിയാൽ അപ്പൊ എന്ത് ചെയ്യും? ഈ പാചകവാതകം എന്ന് പറയുന്ന, അതായത് ഈ കൊമേഴ്സ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിർത്താൻ ശ്രമിക്കവര്. മനസ്സിലായോ? വീട്ടിലേക്കുള്ള ആവശ്യം, അതായത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു പോളിസിയിലേക്ക് നീങ്ങുന്നത് എങ്ങനെ. പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ത്യയിൽ കൂടുതലാണ്. ഇന്നത്തെ നെൽസന്റെ യുദ്ധം ഒരു സ്ഥലത്ത് നിന്നാണ് മൂവ്മെന്റില്ല, ഞങ്ങളെ കടയുടെ അടുത്തെത്തി. അതുകൊണ്ടാണ് നീ യഥാർത്ഥത്തിൽ ഈ ടോപ്പിക്ക് മൊത്തം എന്റെ തലച്ചോറിൽ നിന്ന് കളയുന്നവനാ. എന്തോരുന്നേ ഞാൻ പറയാൻ വന്നേ? ഓക്കെ, ഗ്യാസിന്റെ വില വർദ്ധിക്കുന്നത് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രശ്നമായിരിക്കും അത്. അതുപോലെ തന്നെ ഗാർഹിക ഗ്യാസുകളുടെ വിലയും വർദ്ധിക്കും. അപ്പൊ ഇതിനുള്ള റീസൺ എന്തുവാന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ രാജ്യങ്ങളുടെ പേരും അതിന്റെ ആൾക്കാരുടെ പേരും ഒക്കെ പറഞ്ഞു തരണമെന്ന് വിചാരിച്ചാ. പക്ഷെ നമ്മൾ ഇന്നത്തെ ഇതെന്ത് ചെയ്തു? എന്തുവാ സബ്ജക്ട് ഇച്ചിരി കൂടിപ്പോയി. മനസ്സിലായി? ഇതെനിക്ക് എന്റെ സബ്ജക്ട് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസം രാത്രി 12 മണി വരെ ഇതൊക്കെ ഇത് 12 മണി ആയാലും തീർക്കത്തില്ല, ഞാൻ വെച്ചറിയും. കാരണം ഇതെന്റെ എന്റെ സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഈ വേൾഡ് പൊളിറ്റിക്സ് എന്നുള്ളത്. ചില മിസ്റ്റേക്കുകളും ഫാക്ടുകളിനകത്ത് വ്യത്യാസം ഇതിനകത്ത് നിലവിൽ വന്നിട്ടില്ല. വന്നതില് ഇങ്ങനെ ആയിരിക്കും. ചേട്ടാ അന്നേരം ഒരു ചായ, 2 കട്ട്ലേറ്റ്, ഹോർലിക്സ്. എന്തെങ്കിലുമൊക്കെ പറയാൻ ലൈവിലൂടെ പറയുമല്ലേ? കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ വരട്ടെ. എന്തോ ഇന്ന് സന്തോഷമില്ലായ്മ ഉണ്ടല്ലോ, മുഖത്തൊരു വല്ലാതിരിക്കുന്നു. എന്തോ ഒരു സന്തോഷമില്ലായ്മ. സുഖമില്ല? അതാണ്. അപ്പൊ ഞങ്ങളുടെ കനാലൊക്കെ ഒന്ന് കാണിച്ചേക്കട്ടെ. ആൾക്കാർ ആരെങ്കിലും വന്ന് നീന്താൻ വരികയും നിലയില്ല, ഇതിനകത്ത് വീണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് ചാടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറ്റിയ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റത്തില്ല. ഇവിടെ ഭയങ്കര നീന്തലുകാരൊക്കെ ഇരിപ്പുണ്ട്. അവരെങ്ങാനും ഉള്ളപ്പം വന്ന് കയറിക്കോണം. മുങ്ങൽ വിദഗ്ധര. ഇതിനിപ്പോ എനിക്ക് നില കാണും, എന്റെ പൊക്കം കാണും, നിലയില്ല. അപ്പൊ ആരും വരണ്ട കേട്ടോ, വെള്ളം കുറഞ്ഞിട്ടൊക്കെ വന്നാൽ മതി. ആരെങ്കിലും വന്ന് ഇവിടുന്ന് എടുത്ത് ചാടിയ മനസ്സിലായിക്കോണേ. എബ്രഹാമേ നീ വേണേ വന്നോ. കാനഡക്കാർക്കൊക്കെ എബ്രഹാം ജോർജിന് വരാം. കോശി അച്ചായൻ വന്നാലും പേടിയാ, കറങ്ങത്തില്ല. ഈ പ്രകാശ് ഇവിടെ വരണമെന്ന് ഞാൻ വളരെയേറെ സന്തോഷത്തോടെ വിളിക്കുകയാണ്. അവൻ ഇതിനകത്ത് മുങ്ങട്ട്. അവനെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഇവിടെ കാണും. ഞാൻ ഉള്ളപ്പം വന്നാൽ മതി. നമ്മള് ഭയങ്കര നീന്തൽ വിദഗ്ധനാ. അല്ല, ഞാൻ നീന്തും. എനിക്ക് മേലോട്ട് നീന്തലൊന്നും വലുതായിട്ട് പറ്റത്തില്ല. താഴോട്ട് ഞാൻ നീന്തും, താഴോട്ട് പോകും. എന്നെ കൊച്ചുനാൾ തൊട്ട് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയല്ലേ. ഒരു എബ്രഹാം ജോർജ്, ഇതിനിടയ്ക്ക് ലാൽ സലാം നിട്ടേക്കുന്നു. ഒറ അല്ല, വെള്ളത്തിന്റെ മുകളിൽ കിടക്കണ്ടേ? അല്ലാതെ നീന്തലറിഞ്ഞാത്ത ഒരുത്തൻ കയറിയാൽ താഴെ ഇട്ട് ചുരുട്ടി ഞാൻ കൊണ്ടുപോകത്തേ ഉള്ളൂ. ഞങ്ങളുടെ കടയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.